നിങ്ങളെപ്പോലെ മത്സരിക്കുന്ന 1.5 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ഈ കേരളത്തിലുണ്ട്. അവരോട് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അവരൊരു കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലവും ഇതിനായിട്ട് കുത്തിയിരിക്കുന്ന ആൾക്കാരാണ്. അവരോട് അവസാനത്തെ 3 മാസം വന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് നിങ്ങൾ എന്തോരം സ്കോർ ചെയ്യാനാ? അപ്പോൾ നമുക്ക് ഇനി NDA ഏത് രീതിയിലും നമുക്കറിയാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നമ്മളെ വല്ലാതെ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചാന്നും മറ്റും പറഞ്ഞിട്ട് വലിയ പ്രശ്നമായപ്പോൾ ഈ വർഷം അത് സോൾവ് ചെയ്യാനല്ല നോക്കിയത്. ഈ വർഷം നമ്മളെല്ലാവരെയും കുട്ടികളെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് NTA നമ്മുടെ മുന്നിലേക്ക് വന്നത്. നിങ്ങൾക്ക് മത്സരിക്കാനുള്ള മൈൻഡ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അതല്ല, ഞാൻ വീണ്ടും ഈ അടുത്ത വർഷം ആയിക്കഴിഞ്ഞാൽ അവസാനം എക്സാമിനേഷൻ ഹോളിൽ കയറുമ്പോൾ ടെൻഷനോട് കൂടിയായിരിക്കും ഞാൻ പോവുക. എനിക്ക് ആ എക്സാമിനേഷൻ ഹോളിൽ ഞാൻ വല്ലാണ്ടാവും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ റിപ്പീറ്റ് എന്നുള്ള പരിപാടിയൊക്കെ വിട്ടിട്ട് മറ്റു കോഴ്സിന് വല്ലതും പോകണം. നിങ്ങൾ ചിലപ്പോൾ പാരൻസ് പറയുണ്ടാവും ഇനിയും വർഷം കളയാൻ പറ്റൂല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ MBBS ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെയെങ്കിലും വർഷം കളയൂലേ? ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ വർഷങ്ങൾ കളയൂലേ? ആ വർഷങ്ങൾക്കൊന്നും ആർക്കും കണക്കില്ല. പക്ഷെ ഇവിടെ കളയുന്ന വർഷങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കണക്കാം. മക്കളെ, നിങ്ങൾ ഇനി നീറ്റ് വീണ്ടും എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അതായത് ചിലപ്പോൾ ഒരു റിപ്പീറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റിന് പോകണോ, ഇനി അതല്ല സൂപ്പർ റിപ്പീറ്റിനായിട്ട് ഞാൻ ഒരുങ്ങണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ കുട്ടികൾക്ക് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി, അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വർഷത്തെ എക്സാം പല കുട്ടികളും വല്ലാതെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നല്ലതുപോലെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് എക്സാമിനേഷൻ ഹോളിലേക്ക് കയറിയ കുട്ടികളാണ് നിങ്ങളിൽ കൂടുതൽ ആളുകൾ. പക്ഷേ ആ എക്സാമിനേഷൻ ഹോളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നവരേക്കും നിങ്ങൾ ഓക്കെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞതോടുകൂടെ നിങ്ങൾ പല ആളുകളും ടെൻഷനാവാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ മൊത്തത്തിൽ ആ പേപ്പർ ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റാതെ പോയി. ആ ഒരൊറ്റ ബുദ്ധിമുട്ടാണ് ചിലപ്പോഴും നമ്മുടെ സ്കോർ വല്ലാതെ കുറഞ്ഞു പോയത്. എന്തിനു പറയണ, ഫിസിക്സിൽ നിന്ന് തുടങ്ങിയ കുട്ടികൾ ഫിസിക്സിൽ കുറേ നേരം ഇരുന്നു. ആ ഫിസിക്സ് കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. പിന്നീട് അടുത്ത ആൾക്ക് ബയോയും കെമിസ്ട്രിയും ചെയ്യാൻ എവിടെ സമയം? ഇനി അതല്ല, ബയോയിൽ തുടങ്ങിയൊരു കുട്ടിയാണെങ്കിൽ ബയോയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ലെങ്തി ആയിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് തീർന്ന് അതിൻ്റെയൊക്കെ ആൻസർ ആകുമ്പോഴേക്ക് ആദ്യത്തെ 1.5 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ടെൻഷനായി, അടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിട്ട് മാറി. ഇതാണ് പല കുട്ടികളിലും സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഇനി NDA ഏത് രീതിയിലും നമുക്കറിയാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നമ്മളെ വല്ലാതെ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചാന്നും മറ്റും പറഞ്ഞിട്ട് വലിയ പ്രശ്നമായപ്പോൾ ഈ വർഷം അത് സോൾവ് ചെയ്യാനല്ല നോക്കിയത്. ഈ വർഷം നമ്മളെല്ലാവരെയും കുട്ടികളെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് NTA നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഏത് രീതിയിൽ ഇനി നമ്മുടെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഈ വരാൻ പോകുന്ന 26-ന് നമ്മുടെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. 26-നാണ് നമ്മുടെ ആദ്യത്തെ ബാച്ച് തുടങ്ങാൻ പോകുന്നത്. ഈ ബാച്ചിൻ്റെ പ്രത്യേകതകളെ ഞാൻ പിന്നീട് പറയാം. ആദ്യം നിങ്ങൾക്ക് ആർക്കൊക്കെ റിപ്പീറ്റ് കൊണ്ട് ഗുണമുണ്ടാവും, ആരൊക്കെ റിപ്പീറ്റിന് ഇറങ്ങിത്തിരിക്കണം, ആരൊക്കെ വേണ്ട, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകളോട് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ഉള്ളിൽ വല്ലാതെ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ, നിങ്ങൾ ഡോക്ടർ ആവണമെന്ന് അത്ര കണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, ഇനി ആര് തന്നെ എന്തൊക്കെ തന്നെ റിപ്പീറ്റ് ആയിക്കോട്ടെ, റിപ്പീറ്റ് ആയിക്കോട്ടെ, സൂപ്പർ റിപ്പീറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ വീണ്ടും ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം, റിപ്പീറ്റിനായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കണം. അതല്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഇത് ഞാൻ ഈ ടെൻഷനും സ്ട്രെസ്സും താങ്ങി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ സെൻറ്ററുകളിൽ നല്ലപോലെ സ്കോർ ചെയ്യാറുണ്ട്, പക്ഷെ പലപ്പോഴും എക്സാമിനേഷൻ ഹോളിൽ ഞാൻ വല്ലാതെ ടെൻഷനായി പോകുന്നു. ഇങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഈ ടെൻഷനെയും സ്ട്രെസ്സിനെയും മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ആദ്യം നോക്കുക. എല്ലാത്തിനും ഇന്ന് നമ്മുടെ മുന്നിൽ അവസരങ്ങളുണ്ട്. ടെൻഷൻ റിലീവ് ആവുന്ന രീതിയിൽ, നിങ്ങളെ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ റിലീവ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. ആ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്ക് മത്സരിക്കാനുള്ള മൈൻഡ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അതല്ല, ഞാൻ വീണ്ടും ഈ അടുത്ത വർഷം ആയിക്കഴിഞ്ഞാൽ അവസാനം എക്സാമിനേഷൻ ഹോളിൽ കയറുമ്പോൾ ടെൻഷനോട് കൂടിയായിരിക്കും ഞാൻ പോവുക, എനിക്ക് ആ എക്സാമിനേഷൻ ഹോളിൽ ഞാൻ വല്ലാണ്ടാവും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ റിപ്പീറ്റ് എന്നുള്ള പരിപാടിയൊക്കെ വിട്ടിട്ട് മറ്റു കോഴ്സിന് വല്ലതും പോകണം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ
നിങ്ങൾ എത്ര കണ്ട് MBBS ആഗ്രഹിച്ചിട്ടുണ്ടോ? എത്ര കണ്ട് നിങ്ങൾ MBBS സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകണ്ട. നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഇറങ്ങാൻ തയ്യാറാവുക. ഇനി ഒരു ദിവസം പോലും, ഇതാ ഞാൻ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊമെന്റ് മുതൽ നിങ്ങൾ തയ്യാറെടുക്കുക. ഇവിടെ നമുക്ക് വിട്ടുകളയാനില്ല ഒന്നും. നമ്മൾ തീരുമാനം എടുത്ത് നമ്മൾ ഇന്ന് മുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് ഏറ്റവും നല്ല ഒരു കോളേജിൽ എത്തുന്നത് മാത്രമേ നിങ്ങളെ സ്വപ്നം കാണാവൂ. അത് നിങ്ങളെ കൊണ്ട് പറ്റും. അത് പറ്റാനാണല്ലോ നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതല്ല, ചില കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് കല്യാണം വേണം, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കല്യാണമായി, അപ്പോൾ അതിന് മുന്നേ വീട്ടിൽ നിന്നായിരിക്കും പറയുണ്ടാവുക, എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഈ പോയിട്ട് എന്നെ കെട്ടിച്ചു വിടാൻ പോവാ, അതാണ് ഇതാണെന്നൊക്കെ. അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാ, ചില പേരൻസ് അതുപോലെ പറയും, എൻ്റെ വർഷങ്ങളാണ് പോകുന്നത്, 1 കൊല്ലം പോയി, 2 കൊല്ലം പോയി, നീ ഈ വർഷം കളയാൻ പോവാണോ? നിങ്ങൾ കണ്ട MBBS എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷണൽ ഡിഗ്രിക്ക് ഒരു ഡോക്ടർ ആവണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വർഷങ്ങളുടെ കണക്ക്, ആ വർഷങ്ങളുടെ കണക്കിനേക്കാളും മൂല്യമുണ്ട് നിങ്ങൾ കണ്ട സ്വപ്നത്തിന്. അതിനേക്കാളും മഹത്വമുണ്ട് നിങ്ങൾ എത്തിപ്പെടുന്ന ഡോക്ടർ എന്ന ആ പ്രൊഫഷന്. ഓക്കെ, ഇന്ന് നിങ്ങൾ കുറേ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും, ഡോക്ടർമാരായ സാലറി കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എന്തൊക്കെ ആയിക്കോട്ടെ, ആ പ്രൊഫഷൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ഗ്ലാമർ, അതൊന്ന് വേറെ തന്നെയാണ്. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. നമുക്ക് കുറേയൊക്കെ ഈ ഒരു പ്രൊഫഷൻ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ കൂടുതലും പഠിക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ ഉറപ്പായിട്ടും ഇറങ്ങി തിരിക്കണം. നമ്മുടെ ഈ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ നമ്മൾ കഷ്ടപ്പെടണം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങളോട് അടുത്തൊരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും നമ്മുടെ പഠനം നമ്മൾ കോച്ചിങ് സെൻറ്ററുകളിൽ പോയിട്ട് പഠിക്കുന്നുണ്ടാവും. ചില കുട്ടികളാണെങ്കിൽ സ്വന്തം അവർ തന്നെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. ഓക്കെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നവരുണ്ടാവും. ആദ്യം പറയാനുള്ളത്, നിങ്ങളൊരു സിസ്റ്റത്തിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ. സോ ഒരു നല്ല സിസ്റ്റം നമുക്ക് അത്യാവശ്യമാണ്. ആ സിസ്റ്റത്തിൻ്റെ കൂടെ വേണം. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഭാഗമായിക്കൊണ്ട് വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു റിസൾട്ട് നമുക്ക് കൂടെ വരും. അതല്ലാതെ താൽക്കാലികമായിട്ട് ഞാൻ കുറച്ച് ആദ്യം ഓൺലൈനിൽ എടുത്ത് പഠിക്കട്ടെ, എന്നിട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഓഫ്ലൈൻ എക്സാം എഴുതാം, ഇങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെന്നാണ്, റിപ്പീറ്റ് എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ ഉള്ളിൽ എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ആ വർഷം നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കാൻ തയ്യാറാവണം. നിങ്ങളുടെ ആഘോഷങ്ങൾ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു കാര്യങ്ങളും എല്ലാ എൻഗേജ്മെൻറ്റും മാറ്റിവെച്ച് നിങ്ങളുടെ ഓരോ ദിവസങ്ങളും രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അവിടെ നമുക്ക് വേറെ ഒന്നിനും സ്ഥാനമില്ല, വേറെ ഒരു കാര്യത്തിന് നമുക്ക് സ്ഥാനമില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ വർക്ക് ചെയ്യും, നമ്മൾ റിസൾട്ട് ആക്കും. ആ റിസൾട്ട് വരേക്ക് നമുക്ക് ബാക്കി ഒന്നിനും സമയമില്ല. ആ രീതിയിൽ വേണം നിങ്ങൾ എഫേർട്ട് എടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ കാണുന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റൂ. അതല്ലാതെ ഞാൻ കുറച്ച് സമയം കൂടെ കഴിയട്ടെ, ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ ആവട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കുക, ഇങ്ങനെ തീരുമാനം എടുക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഞാൻ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കളിക്കട്ടെ, എൻ്റെ ടെൻഷനൊക്കെ മാറട്ടെ, എന്നിട്ട് ഞാൻ പോവാം, അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ എൻട്രൻസിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്തോ, ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയിക്കോ. ഇനി വേറെ കുറേ ആൾക്കാരുണ്ട്, ഞാൻ മറ്റൊരു കോഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ട് എന്നിട്ട് ആ കോഴ്സിനിടയിൽ അവസാനത്തെ ഒരു 3 മാസം ഞാനൊരു കാര്യം ചെയ്യാം സാർ, ഞാൻ കോച്ചിങ്ങിനൊക്കെ വരാം, ആ 3 മാസം ഞാനൊന്ന് മാക്സിമം എഫേർട്ട് എടുക്കുക. നിങ്ങളോട് പറയാനുള്ളത്, അവസാനത്തെ 3 മാസം കഷ്ടപ്പെടാനല്ല. നിങ്ങളെപ്പോലെ മത്സരിക്കുന്ന 1.5 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ഈ കേരളത്തിലുണ്ട്. അവരോട് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്, അവരൊരു കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലവും ഇതിനായിട്ട് കുത്തിയിരിക്കുന്ന ആൾക്കാരാണ്. അവരോട് അവസാനത്തെ 3 മാസം വന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് നിങ്ങൾ എന്തോരം സ്കോർ ചെയ്യാനാണ്? അങ്ങനെയുള്ള പരിപാടി, ആ പാർഷ്യൽ ഡ്രോപ്പ് എടുക്കുക എന്നുള്ളത് മണ്ടത്തരാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്തായാലും ശരി, ഓക്കെ, എനിക്ക് ഇത് തന്നെ മതി എന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇത് തന്നെ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുക. ഇനി അതല്ല, എനിക്ക് ഓക്കെ, എനിക്ക് ഇത്ര മാർക്കുണ്ട്, എനിക്ക് വന്നത് ഒരു 500, 510 മാർക്കാണ്, ഇത് ബോർഡർ ലൈനിലാണെന്ന് നമുക്കറിയാം, ഓക്കെ, ഞാൻ കാത്തിരിക്കുകയാണ്, ആ റിസൾട്ട് ഈ അവസാനം വന്നു, ഇനി നമുക്കൊരു 490 കിട്ടിയുള്ളൂ. 490 ആയപ്പോൾ നമുക്ക് തന്നെ തോന്നി, അയ്യോ MBBS കിട്ടൂലല്ലോ. സെക്കൻഡ് ഓപ്ഷനായിട്ട് BDS ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോമിയോ, ആയുർവേദ, വെറ്റിനറി, നിങ്ങൾ എന്തിനും പോവാം. BDS നല്ലൊരു ഓപ്ഷനാണ്, വെറ്റിനറി നല്ലൊരു ഓപ്ഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ BDSോ വെറ്റിനറിയോ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണെങ്കിൽ ധൈര്യത്തോടു കൂടെ നിങ്ങൾക്ക് അതെടുത്ത് മുന്നോട്ട് പോവാം. എന്നെക്കൊണ്ട് ഇനി എന്തായാലും ആവില്ല, ഞാൻ മടുത്തിട്ടുണ്ട്, ഞാൻ സാച്ചുറേറ്റഡ് ആയി, ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഇനി ഒരു റിപ്പീറ്റോ റീറിപ്പീറ്റോ ഇനി ഒരു എൻട്രൻസ് കോച്ചിങ്ങോ എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റൂല, അങ്ങനെ തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഓപ്ഷൻ എന്ത്, അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം. ആ ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആവില്ല, എനിക്ക് അതുകൊണ്ട് ഞാൻ പറ്റൂല, എനിക്ക് എന്തായാലും ബെസ്റ്റ് എന്താണോ അതിലേക്ക് എനിക്ക് എത്തണം, എനിക്ക് MBBS വേണമെന്നുള്ള ആളുകൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിലേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യം, നിങ്ങൾ ചിലപ്പോൾ പാരൻസ് പറയുണ്ടാവും, ഇനിയും വർഷം കളയാൻ പറ്റൂല,
അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ MBBS ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെയെങ്കിലും വർഷം കളയൂലേ? ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്തെങ്കിലും വർഷങ്ങൾ കളയൂലേ? ആ വർഷങ്ങൾക്കൊന്നും ആർക്കും കണക്കില്ല. പക്ഷെ ഇവിടെ കളയുന്ന വർഷങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കണക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇനി അതിനു വേണ്ടിയിട്ട് 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ കഷ്ടപ്പെട്ടാലും നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട. ഇങ്ങനെ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് തന്നെയാണ്. അത്രത്തോളം വാല്യൂ ഉണ്ട്, അത്രത്തോളം ഉണ്ട് നമ്മുടെ MBBS എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ആ ഡോക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ, നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളത് വേണമെന്ന് അത്രയും ആഗ്രഹിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കണം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള നമ്മുടെ JPCൻ്റെ കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ 5 വർഷങ്ങളായി സ്ഥാപനം 6ാമത്തെ ബാച്ചാണ് വരാൻ പോകുന്നത്. ഈ 5 വർഷങ്ങളിൽ കേരളത്തിൽ പെർസെൻറ്റേജ് വൈസ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയ സ്ഥാപനം അത് JPC ക്ലാസ് തന്നെയാണ്. കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അവരുടെ ഓരോ പ്രശ്നങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ പൾസ് അറിഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സാണ് JPCൻ്റെ ഏറ്റവും വലിയ അസറ്റ്. ഒപ്പം അവരുടെ വീക്ക്ലി എക്സാംസ്, ഓരോ മാസത്തിലും മന്ത്ലി മെഗാ ടെസ്റ്റുകൾ, 2 മാസം കൂടുമ്പോഴുള്ള ഗ്രാൻഡ് മെഗാ ടെസ്റ്റുകൾ, അങ്ങനെ 6 മാസം കൊണ്ട് JPCൻ്റെ മുഴുവൻ ക്ലാസ്സുകളും തീരും. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പിന്നെ മൊഡ്യൂൾ എക്സാംസ് ആയി, പിന്നീട് മോക്ക് എക്സാംസ് ആയി, അങ്ങനെയേ നമ്മളങ്ങോട്ട് പോകും. അവസാനം മെയ് 1st സൺഡേയോടുകൂടെ നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് തന്നെ എക്സാം എഴുതാനും പോകും. ഇതാണ് JPCൻ്റെ നോർമലി അക്കാഡമിക്സ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെൻറ്ററിങ് സെഷൻസ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അവരിവരുടെ കൂടെ ഉണ്ടാവും. ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ എന്ത് പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കാണാൻ അവർ കൂടെ ഉണ്ടാവും. ഇനി അവർക്ക് വേണമെങ്കിൽ ഫോണിൽ കണക്ട് ചെയ്യാനും എല്ലാത്തിനുള്ള അവസരങ്ങളും ഉണ്ട്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാം. പല കുട്ടികളും എൻട്രൻസ് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അവരുടെ ടെൻഷനും അവരുടെ സ്ട്രെസ്സൊക്കെ തന്നെ. എവിടെ ഒരു കുട്ടിയും ടെൻഷൻ അടിച്ചിട്ട് സ്ട്രെസ് ആയിക്കൊണ്ട് എൻട്രൻസ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയില്ല. നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ ഓരോ ആളുകളുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ ഉറപ്പായിട്ടും കട്ടയ്ക്ക് ഉണ്ടാകും കൂടെ. പിന്നെ എനിക്ക് പറയാനുള്ള പല കുട്ടികൾക്കും അവരുടെ ഈ ചില സമയത്ത് ആ എൻട്രൻസ് ഇതിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടായി പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ട കൗൺസിലിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നു. നമ്മുടെ എക്സാംസ് അടിപൊളിയാണ്, നമ്മുടെ ഫാക്കൽറ്റീസ് ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ റിസൾട്ടിൽ ഈ കഴിഞ്ഞ വർഷം കേരളയിൽ ആദ്യത്തെ 20ൽ 2 റിസൾട്ടായിരുന്നു. കേരള 6th റാങ്കും കേരള 20th റാങ്കും OBCയിൽ നമ്മുടെ JPCനാണ്. ഈ വർഷം കേരളത്തിൽ ആദ്യത്തെ ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്. ആദ്യത്തെ ഒരു 100-നുള്ളിൽ 4-5 പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതുമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ ബുദ്ധിമുട്ടറിഞ്ഞ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് JPC. ഞങ്ങളുടെ ഹോസ്റ്റലാണ്. ഇനി എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഐലൻഡ് ഹോസ്റ്റലാണ്. ഈ ഐലൻഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പലരും ആലോചിച്ചിട്ടുണ്ടാവും. ഐലൻഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലാസ് റൂം അവിടെയാണ്, അവരുടെ താമസം അവിടെയാണ്, അവർക്ക് സ്റ്റോർ കാര്യങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അതും അവിടെ തന്നെ ഉണ്ട്, അവരുടെ ഭക്ഷണം അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്, അവിടെ നിന്ന് ഫുഡ് സെർവ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ. കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ് അങ്ങ് പോയാൽ മതി. അതുവരേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ ഹോസ്റ്റലിനുള്ളിൽ തന്നെ. എന്തിനും വേറെ എങ്ങും പോകേണ്ട, എല്ലാ കാര്യങ്ങളും അവിടെ ഹോസ്റ്റലിൽ തന്നെ. അതാണ് ഐലൻഡ് ഹോസ്റ്റൽ. ഈ ഐലൻഡിൽ തന്നെ ഹിൽ വ്യൂ ഐലൻഡ് ഹോസ്റ്റലുണ്ട്, റെയിൽ വ്യൂ ഐലൻഡ് ഹോസ്റ്റലുണ്ട്, ദെൻ ബീച്ച് വ്യൂ ഐലൻഡ് ഹോസ്റ്റലുണ്ട്. ഇങ്ങനെയുള്ള 3 ഹോസ്റ്റലുകളാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പിന്നെ ഇതേപോലെ തന്നെ ഹോസ്റ്റലുകളിൽ ഹാപ്പിനെസ് റൂം, ജോയ് കോർണർ, ഇതൊക്കെ നമ്മുടെ മാത്രം പ്രത്യേകത തന്നെയാണ്. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കുട്ടികൾ ടെൻഷൻ ഇല്ലാതെ അവർ ടെൻഷൻ ഫ്രീ ആയിട്ട് അവർക്ക് റിലാക്സ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഷട്ടിൽ കോർട്ടുകളോ സ്വിമ്മിംഗ് പൂളുകളോ അല്ലാതെ അങ്ങനെയുള്ള വലിയ വലിയ ഹൈഫൈ ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ കൂടെ തന്നെ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്. 1000-കണക്കിനും 10,000-കണക്കിന് കുട്ടികളെയും പഠിപ്പിച്ചിട്ടല്ല JPC റിസൾട്ടാക്കി മാറ്റുന്നത്. പെർസെൻറ്റേജ് മാർക്ക് നോക്കിയിട്ടോ അവരുടെ ഏറ്റവും ടോപ്പേഴ്സിനെ മാത്രം സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തെടുത്തിട്ടോ അല്ല JPC ക്ലാസ് കൊടുക്കുന്നത്. സാധാരണ കുട്ടികളാണ് JPCയിൽ വരുന്നത്. ഈ ആവറേജ് സ്റ്റുഡൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കുന്നുണ്ടെന്നാണെങ്കിൽ, ഏറ്റവും കുറഞ്ഞ കുട്ടികളെ നിർത്തിക്കൊണ്ട് നമ്മളത് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നാണെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ കുട്ടി എടുക്കുന്ന എഫേർട്ടിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ കുട്ടി അടുത്ത വർഷത്തെ നീറ്റിലെ ടോപ്പർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കേണ്ടതാണെങ്കിൽ ഒന്നും മടിക്കേണ്ട, ഒന്നും ആലോചിക്കേണ്ട, ധൈര്യത്തോടുകൂടെ JPCയിലേക്ക് നിങ്ങൾക്ക് വിടാം. ഇവിടെ ഞങ്ങളുണ്ടാവും കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും അവരുടെ റിസൾട്ട് വരെ അവരെത്തിക്കാനും.